അപ്പോൾ അത് എന്തുട്ടി വറവ് എന്നൊക്കെ വിചാരിക്കണ്ടാവില്ലേ. ഇത് കാണുമ്പോൾ ഒരു സിമ്പിളായിട്ട് ഐറ്റാണ്, പക്ഷേ ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോകാം. അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എൻ്റെ വകയാണ്. അല്ലാണ്ട് ഇതിപ്പോൾ എല്ലാവരും ചെയ്യണം തന്നെ, പ്രത്യേകിച്ച് കാശ്മീരി ചില്ലിയാണ്. അതുകൊണ്ട് എത്ര ഇട്ടാലും അതാണ് ഞങ്ങൾ കൂട്ടിയിട്ടേക്കണം. ഞങ്ങളുടെ വലിയ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ മുളക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്താണ് ചെയ്യണത്, അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലേറ്റിലും പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ. ഉപ്പ് വേണോ? ഉപ്പിടണ്ടല്ലേ? വേണ്ട, കുറച്ച് കോൺഫ്ലവർ കിട്ടോ. ഇതൊക്കെ എനിക്കറിയാം. ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം. ഉപ്പ് കൂടണ്ട കേട്ടോ. കുറച്ച് കോൺഫ്ലവറൊക്കെ ഇട്ട് അയ്യോ ഉള്ളതൊക്കെ കുട്ടി ഇനി നല്ല പോലെ വെള്ളം ചേർക്കാതെ അത് മിക്സ് ചെയ്യാം. ഇതങ്ങോട്ട് പൊരിച്ചിടും. ഇതാണ് ഇതിപ്പോ കൈ കൊണ്ട് ചെയ്യുന്നോണ്ട് ഒന്നും തോന്നരുത്. വെള്ളം ഒഴിച്ച് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ മിക്സ് ചെയ്തിട്ട് കാണിക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനെ കൈയിട്ട് ഇതാക്കണം കാണിച്ചാൽ ഇതുണ്ടാവില്ല. അപ്പോൾ കാണാം, മിക്സ് ചെയ്യട്ടെ. അപ്പം ഇന്നത്തെ നമ്മുടെ ഔട്ട്ഡോർ കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കത്തിക്കാനായിട്ട് ഇത് നമ്മൾ പണ്ടത്തെ നമ്മുടെ ഒരു വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ കുറച്ച് വില്ലേജ് വ്ളോഗ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ഒരു ഇതാണ്, കത്തിക്കണ അടുപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മടലും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വെക്കുക. എന്നിട്ട് കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ഇതൊന്ന് വെക്കട്ടെ. അപ്പോൾ കുറച്ച് മടലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കത്തിക്കണം. ഇനി ഇതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതൊന്ന് തീ പിടിപ്പിക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിക്കാം. അപ്പോൾ ഞാനൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്, കത്തിച്ച് തീ പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ എന്താണ് അമ്മ കുക്ക് ചെയ്യാത്തതെന്ന് വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് ഇങ്ങനത്തെ കുക്കിങ്ങൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചട്ടി ഒന്ന് വയ്ക്കാം. അപ്പോൾ കൈമയ്ക്ക് തീ പാളാതെ നോക്കണേ. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലപോലെ നമ്മുടെ എണ്ണ ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ആ തുണി വേണ്ടാത്ത അപ്പോൾ ഞാൻ അതിലിട്ടുണ്ട്. തീയൊക്കെ ഒന്ന് നീക്കി കൊടുത്ത് സെറ്റാക്കാം. എണ്ണ നല്ലപോലെ ചൂടാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ, ഉണ്ടോ? അപ്പോൾ നമ്മുടെ ഇനി മാവിൽ മുക്കി റെസ്റ്റിലിരിക്കുന്ന നമ്മുടെ വരെ അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇത് നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മൾ ബജ്ജിക്ക് വേണ്ടി ബസളച്ചീര പച്ച, ഇത് നല്ലതാണ് കേട്ടോ. നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നല്ലതാണ് ഈ ചീര. ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടേ. ഇതാ നമ്മുടെ കുറേ ചട്ടി സെറ്റപ്പൊക്കെ കണ്ട അവിടെ ഇരിക്കണം. എൻ്റെ വൈറ്റ് മിറക്കിളൊക്കെ ബഡ് വന്നു കേട്ടോ. കുറേ താമരകൾ നശിച്ചു, അതോടൊപ്പം കുറേ ബഡും വന്നു. ഇനി നമുക്ക് മീനിൻ്റെ അടുത്തേക്ക് പോവാം.
അപ്പോൾ നമ്മുടെ ബാക്കി വന്ന ഈ മാവിലുണ്ടല്ലോ നമ്മളൊരു അടിപൊളി വേറൊരു റെസിപ്പി ആക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസള ചീര, അല്ലെങ്കിൽ നമ്മുടെ സാധാ ചീരയൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല പോലെ മാവിൽ അങ്ങ് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ എണ്ണയിൽ ഇട്ട് പൊരിക്കണം. ഇത് മരവാഴയാണ്. നല്ല ചൂടെണ്ണയിലിട്ട് വറുത്തെടുക്കാം. കണ്ട അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടാ. നമുക്കിവിടെ ഒരു മരവാഴയുണ്ട്, അതാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിതിഞ്ഞ് ടേസ്റ്റ് ചെയ്യലാണ് അടുത്ത പരിപാടി. ഹലോ, നമ്മുടെ കുക്കിംഗ് ബേബി മിലി. ഇന്ന് ഔട്ട്ഡോർ ഷൂട്ടാണ് കേട്ടോ മിലിയുടെ. ഔട്ട്ഡോറാണ് അവള്. നിങ്ങൾ വിചാരിക്കട്ടോ എൻ്റെ കുട്ടിയെ കൊണ്ട് പണിയെടുപ്പിക്കണേന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഓരോ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അതൊക്കെ ഇത് ചെയ്യണേ. നല്ല നാടോടി പെണ്ണുങ്ങളെ മതി. ഇതിപ്പോൾ പറമ്പിലാണ് കേട്ടോ. പറമ്പ് എന്ന് വെച്ചാൽ വീട്ടിലാണ്. നമ്മൾ ഇവിടെ താമസിക്കണില്ല. അതാണ് കേട്ടോ പറമ്പ് ഇങ്ങനെയൊക്കെ കിടക്കണത്. ഒന്നും തോന്നരുത്. നമ്മുടെ ഇന്നലത്തെ നോമ്പ് വീഡിയോയിലെ അവസാന ഭാഗം എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ കുക്കിങ്. ഇവിടെ കുറെ കാര്യങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് ഇതിന്റെ ഒക്കെ വീഡിയോ ഫസ്റ്റ് തൊട്ടുള്ളത്. നമ്മുടെ വീഡിയോ പാർട്ടായിട്ട് വരും. നമ്മുടെ നോമ്പിന്റെ റെസിപ്പീസ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് കേട്ടോ. അതാ പറമ്പ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ കിടക്കണം. ഈ 4 ഇലയാണ്. ഇതിപ്പോൾ മാവുള്ളതുകൊണ്ട് എന്തായാലും ഇല വീഴും. അപ്പം അതേ നമ്മുടെ മീനും ഈ അടുപ്പ് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാ ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ. അതും ഇവിടെ നമ്മൾ പുറത്ത് വെച്ചിട്ടാ. ഇനി മുതൽ നാളെ ഞാൻ പരമാവധി ഞാൻ പറഞ്ഞ എൻ്റെ റെസിപ്പി നോക്കാട്ടാ. ഇന്നലെയൊക്കെ പറഞ്ഞതാണ് ഞാൻ. എന്നാലും ടൈമില്ല. ഞാൻ ക്യാമറാമാനായിരുന്നു. ഞാൻ സ്കൂളിൽ പോയി വന്നിട്ട് 4 മണിക്ക് എത്തുള്ളൂ. പറഞ്ഞോ ക്യാമറാമാൻ. 4:30 വന്നിട്ട് 4:30 പിന്നെ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ 5 മണിയാവും. പിന്നെ ട്യൂഷന് പോകണം. അതിന് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ 7:30 അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പീസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിത് മുന്നെടുക്കുന്നതാ, ഒന്നുമല്ല. അന്ന് എടുത്തിട്ട് അന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് അമ്മ പറഞ്ഞ സാധനത്തിന് ടൈം കിട്ടാത്ത കേട്ടോ. അപ്പോൾ അതെന്തായാലും നമ്മൾ ചെയ്തതായിരിക്കും അല്ലേ അമ്മ? 14 നോമ്പായി. ഇനി എന്തായാലും ഞാൻ 20 നോമ്പിൻ്റെ ഉള്ളിൽ അത് ചെയ്തിരിക്കും കേട്ടോ. നമുക്ക് ഈ വരുന്ന എനിക്ക് 27 പൂട്ടുന്നൊക്കെ പറയുന്നുണ്ട്. ഏപ്രിൽ 5 വരെ ക്ലാസ്സും ഉണ്ട്. നാളെ നടക്കും തോന്നണില്ല. നാളെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ ചിലപ്പോ നടക്കില്ല കേട്ടാ. അപ്പൊ നമ്മൾ എന്തായാലും അത് അപ്ലോഡ് ചെയ്യും. നോമ്പ് കഴിയുമ്പോഴേക്കും ആ വീഡിയോ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടാ. അപ്പൊ ഇതേപോലെ ബാക്കിയുള്ള കുറച്ചും കൂടി ഉള്ള ഇത് ചെറിയൊരു കോളിഫ്ലവറാണ് ഞാൻ വാങ്ങിയേട്ടാ. അപ്പൊ അതൊന്ന് നമുക്ക് സെറ്റാക്കി എടുക്കണം. എന്നിട്ട് വരാട്ടാ. അപ്പൊ നമ്മുടെ ഐറ്റംസ് ഇവിടെ സെറ്റാണ്. ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ട്. ഒരാൾ കുറച്ച് പോസിറ്റ് കണ്ടിട്ട് നടക്കാണ് കേട്ടോ. ഉണ്ണി ഇങ്ങോട്ട് വേടാ. നല്ല കൊതിയുണ്ട്. ടേസ്റ്റ്. നമ്മുടെ സ്വന്തം ചീര. 2 തരം ചീരയുണ്ട്. 3 തരം ഉണ്ട്. ഇത് മറ്റേ ഇങ്ങനെ കത്തര താഴെ എന്തിട്ടാ നോക്ക് എന്തോ ഒരു സാധനം. പപ്പടവടയോ ഉണ്ണി? നമ്മുടെ പുറത്തുനിന്ന് നമ്മള് ചിപ്സ് ഒക്കെ വാങ്ങില്ലേ, അതിന്റെ ഒരു ടേസ്റ്റ്. ചക്ക വറക്കില്ലേ, അതിന്റെ പീലി വറക്കണ ടേസ്റ്റ്. ഉണ്ണി എന്നിട്ട് പോയേ. അപ്പം നമ്മൾ അടുത്തത് ബസളച്ചീര കഴിക്കാൻ പോവാണ്. അടിയിൽ അതിലൊന്നുമില്ല. അത് ഇതാ ഇത് ഉണ്ണി മുറിച്ച ചുവന്ന ചീര. അതാണ് ഒരു ബ്ലാക്ക് കുറച്ച് ഡാർക്കായിട്ട് കണ്ടില്ലേ, അത് ഇതിങ്ങനെ വെക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ല ഞാൻ നേരത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. 2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി, നോമ്പ് റെസിപ്പി.
അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിന് അത്ര റെഡ് കളറില്ലാത്തത് നമ്മൾ ഫുഡ് കളറൊന്നും ചേർക്കാത്തതുകൊണ്ടാണ്. അത് മാത്രല്ല നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചേക്കണേ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കയ്യിൽ കത്തര എന്താന്ന് വെച്ചാൽ തക്കാളിയുടെ ലീഫൊക്കെ വെട്ടി കൊടുക്കായിരുന്നു. അപ്പം എന്തായാലും കണ്ടിട്ടില്ലല്ലോ, കാണിച്ചു തരാം. എൻ്റെ കൈ വേണ്ടെടുക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ അടുത്തൊരു നോമ്പ് വ്ളോഗിൽ കാണാം, റെസിപ്പി വ്ളോഗിൽ. അപ്പോൾ അതൊരിക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.